ശരത്തേ, ക്ലബിന്റെ ലോഗോ ചെൽസി. ഇതോ ടോട്ടണം. ഇതോ ഇല്ല, അറിയില്ല. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, വിനായകനെയും കൂടി വിളിച്ചു നോക്കാം. വിനായക് ഇവിടെ വാ. വിനായക്, ഇതേത് ക്ലബിന്റെ ലോഗോ അറിയോ? ഇത് ഇന്റർ മയാമി. ഇതോ? ഇത് പിന്നെ എല്ലാവർക്കും അറിയാം, ബാഴ്സലോണ. ഇതോ? ഇത് അറിയില്ല. ഇതോ? ഇതും കണ്ടില്ല. ഇതൊക്കെ അറിയുന്ന ഒരാളെ ഞാൻ വിളിക്കട്ടെ. സ്വാഭാവികമായിട്ടും ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കല്ലോ. ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ന്യായമായ സംശയമാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ അറിയുന്നതേ ആള് ചില്ലറക്കാരനല്ല, ഒരു 2.5 വയസ്സുള്ള കുഞ്ഞ്. അത്ഭുതപ്പെടുവോ? തീർച്ചയായിട്ടും. നമുക്കിന്ന് 2 വയസ്സുള്ള ആദമിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദം, ബാ ബാ ബാ. France, Spain, England, Brazil, Portugal, Netherlands, Belgium, Italy, Germany, India. അപ്പൊ നമ്മളുടെ വണ്ടർ ബോയ് ആദം മിറാന്റെ ഉപ്പ ഷാജഹാനാണ് നമുക്ക് ചേരുന്നത്. ഷാജഹാനക്ക് എങ്ങനെയാണ് ആദമിന്റെ ഒരു കഴിവ് മനസ്സിലാക്കിയത് ഇത്ര ചെറുപ്പത്തിൽ തന്നെ? ആദമിന്റെ കഴിവ് പറഞ്ഞാല് ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു അങ്ങനെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അതായാലും കളിക്കാനാവാൻ പറ്റിയില്ല. അപ്പൊ അവനെ അവൾ ആരാണെങ്കിലും ഞാൻ ഫുട്ബോളുമായിട്ട് ആദ്യം വിചാരിച്ചായിരുന്നു. അങ്ങനെ നമ്മളെ ലോകകപ്പ് ഫൈനലല്ല നമ്പർ സീസണിൽ ജനിച്ച് ഖത്തറിലെ ഓപ്പന്റെ സമയത്ത്. അപ്പൊ അതിന്റെ ഇതില് അങ്ങനെ ആയി. അർജന്റീന ഫാനാ? ഓ, ഞാൻ കട്ട അർജന്റീന ഫാനാ. ഞാൻ അന്ന് ഫൈനലിന് കപ്പടിച്ചതിന് ശേഷം ബോധമില്ലാതെ പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോ തന്നെ ബോള് നടക്കുന്നിടത്തെല്ലാം ഞാൻ ബോൾ കൊണ്ടുപോയി. അപ്പൊ ഇവ തട്ടി അവനെ വേറൊന്നും അറിയില്ല, അവന്റെ കളിപ്പാട്ടങ്ങളൊക്കെ ബോളാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവന് ഈ രാജ്യങ്ങൾ ആദ്യം കുറച്ച് നമ്മള് അർജന്റീനനെ മാത്രം പറഞ്ഞു കൊടുത്ത്. കാരണം ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ലിക്കല്ലേ റാങ്കിങ്ങില്, അർജന്റീനനെ മാത്രം പറഞ്ഞു കൊടുത്ത്. അപ്പൊ പിന്നെ ബാക്കിയുള്ള കുറച്ച് പറഞ്ഞ് രാജ്യങ്ങൾ ക്ലിയർ ആയി. ഒരു 3 വെച്ചിട്ട് 1 മാസം കൊണ്ട് ക്ലിയർ ആയി. അതിനുശേഷം എനിക്ക് തോന്നി ഇതിപ്പോ ക്ലബ്ബുകളെ ഇവനെല്ലാം കിട്ടുന്നുണ്ട്. അതിനുശേഷം ക്ലബ്ബുകൾ കുറച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് 3 വെച്ചിട്ട് പറഞ്ഞു. പക്ഷെ അത് അവൻ പഠിച്ച് 2 മാസം കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അവൻ അങ്ങനെ ക്യാമറ കണ്ടാലും അവൻ പറയില്ല. അല്ല, സാധാരണ ഒരു 3 വയസ്സായാലും 2 വയസ്സായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പേര് പറയുന്നത് തന്നെ വളരെ റെയർ ആണ്. അവൻ പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇന്റർ മയാമി ഒക്കെ പറയുന്നത്. ഞങ്ങളെല്ലാ ദിവസവും കളിക്കാൻ പോകും, ഞാനും അവനും. അപ്പോൾ അവരൊക്കെ ചോദിച്ചു അവന് എന്തെങ്കിലും അക്കാദമിയിലാക്കി വിടുന്നു. അപ്പൊ ഞാൻ അവന് 2.5 വയസ്സായുള്ളൂ. അപ്പോഴാണ് ആളുകൾക്ക് 2.5 അവരൊക്കെ 5 വയസ്സാന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അതിനുശേഷം വീഡിയോ എല്ലാം ഇടൽ തുടങ്ങി. ആ വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു അക്കാദമി അല്ലെങ്കിൽ ക്ലബ്ബ് ഒരു 6 വയസ്സാകുമ്പോഴത്തേന് അവനെ കൊണ്ടുപോകണം എന്നല്ല വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് അല്ലെ നമുക്ക് ഒറ്റയ്ക്ക് ഏതായാലും എത്തിക്കാൻ കഴിയും തോന്നുന്നു. അങ്ങനെ എന്താണ് ഉപ്പാന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആദമില്? അത് അവൻ നല്ലൊരു പ്രൊഫഷണൽ ക്ലബ്ബിൽ കളിക്കാം. അത് തന്നെ മെയിൻ.